ഓം നമ ശിവായ. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മുണ്ടാഷ് പോലെ, അതാണ് നമ്മുടെ തനത് വിശ്വരൂപം. അകത്ത് ബാക്കി കണ്ടന്റിൽ എന്താണുള്ളത്, ചിത്രത്തിന്റെ കണക്ക് നോക്കുകയാണ്. അപ്പൊ ഈ ആള് തന്നെ കണക്കങ്ങ് നോക്കും. ഇയാൾ കാണുക ഈ എല്ലാം കൂടെ ഒരു മുണ്ടാഷ് പോലെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വിഷനിൽ കാണുന്നതാണ്. അപ്പൊ വിഷൻ ആജ്ഞാചക്രവുമായിട്ട് കണക്ഷനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത് വന്നിട്ട് ഇത് മുകളിലോട്ട് കയറി ഏതെങ്കിലും ഒക്കെ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ റിലീസ് ചെയ്യാമെന്നാണ് ആ വിശ്വാസം. അതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് ഒരുപാടൊക്കെ പരീക്ഷിച്ച് പഠിക്കേണ്ട വിഷയമാണ്. വന്നിട്ടുണ്ട് കുറെയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാലും അതിനകത്ത് കുറച്ചാണ് ഓരോ ദ്വാരങ്ങളിൽ പോകുന്നത്, ഓരോ ലോകങ്ങളിലേക്ക് പോകുന്നത്. അതിപ്പോ ഈ എർത്ത് എലമെന്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ അത് ബേസിക് കൊടുക്കും. വാട്ടർ എലമെന്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ അത് ജെനിറ്റൽ, എയർ എലമെന്റ് ഫയർ എലമെന്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന കണ്ണി കൊടുക്കും. ഫയർ എലമെന്റ് ആണത്. എയർ എലമെന്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേക വൈബ്രേഷൻ ഉണ്ടായിട്ട് അത് മൂക്കി കൊടുക്കണം. ഏതാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മരിക്കുന്ന സമയത്ത് രണ്ട് നോസ്ട്രലും ഒരുപോലെ ഡോമിനേറ്റ്, അപ്പോഴേ റിലീസ് ആവാൻ പറ്റും എന്നാണ് പറയുന്നത്. പലരും വായിലൂടെയാണ് നോർമലി പോകുന്നത്. അതെ. അങ്ങനെ ഈ സാധനം വെളിയിലേക്ക് അങ്ങ് പോകും. എന്ന് വെച്ചാൽ ആ സന്ദർഭത്തിൽ ഇയാൾക്കൊരു വിഷൻ ഉണ്ടായല്ലോ. ഈ ആകത്തുക ആണ് നമ്മുടെ ഡാറ്റ. ഇത് അവസാനത്തെ ശ്വാസത്തിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുത്തും. നമ്മുടെ ഏത് ഇമോഷണൽ സംഗതിയും നമ്മുടെ ശ്വാസത്തിന്റെ ക്വാളിറ്റി വ്യത്യാസപ്പെടുന്നത് പോലെ ആ അവസാനത്തെ ശ്വാസം എടുത്തിട്ട് ആ ശ്വാസത്തിൽ ഈ വിഷൻ നടത്തുന്ന ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ സാധനം പുറത്തേക്ക് അങ്ങ് പോകും. അപ്പൊ ശ്വാസം പുറത്തേക്ക് പോവാണ്. ഈ പർട്ടിക്കുലർ ഇമ്പാക്റ്റ് ഉള്ള ശ്വാസമാണ് പുറത്തേക്ക്. അതങ്ങനെ പുറത്ത് പിക്ചറിന്റെ രൂപത്തിൽ അതിവിടെ ഉണ്ടാവും, ലൈറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് അതിന് പറയുന്നത്. ഇതൊക്കെ ഇനിയിപ്പോ ശാസ്ത്രം കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടിയുണ്ട്. അങ്ങനെ ഇത് കണ്ടു ഈ ആളിപ്പോ പുറത്ത് കിടക്കാം. ഇങ്ങനെയാണ് സങ്കല്പം. അപ്പോൾ ഈ ഫുൾഫിൽ ചെയ്യാൻ മൈൻഡ് ഉണ്ട്, ഈ കണ്ടന്റ് കിടപ്പുണ്ടോ, അപ്പൊ മൈൻഡ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ആ പുറത്ത് നിൽക്കുന്ന മൈൻഡിന് ഫീലിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രേതങ്ങളെ നമ്മൾ പേടിക്കണ്ടെന്ന്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവ ഇങ്ങനെ പുറത്ത് കിടക്കാം. ഈ പുറത്ത് ഇത് കിടന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ശരീരം ഇല്ലല്ലോ, ശരീരം ഉണ്ടെങ്കിലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ശരീരത്തിന് വേണ്ടിയുള്ള അലയലാണ്. അപ്പൊ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ശരീരം കൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ഇഷ്ടങ്ങളിൽ നിന്ന് വരുമല്ലോ. നമുക്ക് ഒരാളിനെ ഇഷ്ടപ്പെടുന്നു, ആളിനെ കല്യാണം കഴിക്കണം തോന്നുന്നു, അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അവരെ വളർത്താൻ വേണ്ടി ജീവിക്കുന്നു, അതിൽ നിന്നൊക്കെ വളർത്തി അവസാനം വല്ലതൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നെങ്കിൽ അതെല്ലാം വാങ്ങുന്നു, കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ വ്യക്തി ഇപ്പൊ പുറത്ത് നിന്നിട്ട് ശരീരമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇയാൾക്കൊരു ഇംപ്രഷൻ അറിയാം, ഇയാളെ കുറച്ച് ഐഡിയൽ ഇമേജ് ഒക്കെ ഉണ്ട്. അതിൽ കൂടെ ഈ കാര്യങ്ങൾ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയൽ ഇമേജ് ഒരു രൂപമാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ ഇതൊക്കെയാണ് കഥ പോലെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല, എങ്കിലും ഇതാണ് പറയുന്നത്. അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ രണ്ടാളുകൾ കാണുക, നല്ല കപ്പിൾ. അപ്പൊ അവരുടെ കയ്യിലാണ് നമ്മുടെ ശരീരം ഇരിക്കുന്നതെന്ന് ഈ പുറത്തിറങ്ങിയിരിക്കുന്ന സോൾ മൈൻഡ് കോംപ്ലക്സിന് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. പിന്നെ അവിടെ ഈ മുകളിൽ പോയിട്ട് ഒരു 7 ശരീരങ്ങളവർക്ക് സപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ഒരു. അപ്പൊ ഇത് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കപ്പിള് സ്റ്റിമുലന്റ് ആകുക, അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. മൈൻഡ് യൂണിവേഴ്സൽ ആയതുകൊണ്ട്, അതിന്റെ വൈബുകളൊക്കെ യൂണിവേഴ്സൽ ആയതുകൊണ്ട് ആ പെരിഫറിയിലൊക്കെ അത് നടത്തുന്ന ചില ചലനങ്ങൾ ഇവർ അതിൽ സസെപ്റ്റബിൾ ആകുകയും അവർ ഈ ബോഡിയെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ശരീരം എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് ഈ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുന്ന, അച്ഛനും അമ്മയും കൂടെ.
അവർ ഷെയർ ചെയ്തു. അത് രണ്ടും കൂടെ യുണൈറ്റ് ചെയ്യുമ്പോൾ ആ രണ്ടുപേരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് മൂന്നാമതൊരു ഐഡന്റിറ്റിയാണ് വരുന്നത്. ആ ഐഡന്റിറ്റിയുടെ ഫോമിലാണ് ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരാളെ കണ്ടാൽ നമുക്ക് ഇഷ്ടമുണ്ട്, വേറെ ആളെ കണ്ടാൽ നമുക്ക് ഇഷ്ടമില്ല. അപ്പം ആ ഇഷ്ടങ്ങളിൽ നിന്നാണല്ലോ ഒരുപാട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകും. അങ്ങനെ അത് കണ്ടു. അങ്ങനെ ഈ അടുത്ത ശരീരം അവിടെ ഉണ്ടാവുകയാണ്. ശരീരത്തിനകത്ത് കയറേണ്ട ആവശ്യമൊന്നുമില്ല. ആ ശരീരം അങ്ങനെയാണ്. ഇയാളുടെ ഇൻട്രസ്റ്റ് ആ ശരീരത്തിൽ വർക്ക് ചെയ്യുക. അങ്ങനെയാണ്. അതായത് കയറുന്നതായിട്ടൊക്കെയാണ് നമ്മുടെ സങ്കല്പം. ശാസ്ത്രം അങ്ങനെയാണ്, പഴയ ശാസ്ത്രങ്ങളൊക്കെയാണ്. പക്ഷെ അത് കയറണ്ടല്ലോ, ആ ശരീരത്തിൽ ഇതേ നടക്കും. അപ്പോൾ ഇത് ഇയാൾക്ക് അതങ്ങ് മനസ്സിലാവുകയും ആ ശരീരത്തിൽ ഇതങ്ങ് വർക്ക് ചെയ്യാനായിട്ട് കുട്ടിയായിട്ട് വയറ്റിൽ കിടക്കുകയും പിന്നെ അത് പുറത്ത് ലോകത്തേക്ക് വരികയും ചെയ്യുന്നു. പുറത്ത് ലോകത്ത് ഇറങ്ങുന്നവരെ ഒരു കൊച്ചു കണ്ടന്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ന്യൂമറബിൾ ഇംപ്രഷൻസ് അകത്തേക്ക് കയറിയിട്ട് ഈ കുട്ടി ഈ പുറത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ മെമ്മറി കണ്ടന്റിനകത്ത് പൊതിയപ്പെടുക, ആവരണം ചെയ്യപ്പെടുകയാണ് പുതിയ എക്സ്പീരിയൻസ്. അപ്പം മറ്റേത് ഒരു കർമ്മ ബീജമായിട്ട് അവിടെ കിടക്കുകയും അതിന് ചുറ്റും പുതിയതായി വന്ന ഇംപ്രഷൻസ് എല്ലാം കണ്ടതും കേട്ടതും അറിഞ്ഞതും തൊട്ടതും ഒക്കെ ആയ ഇതെല്ലാം പട്ടിയോ പൂച്ചയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീണ്ടും ഇങ്ങനെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ രൂപം കിട്ടി. ഞാനിപ്പോ പറയുന്നത് പൂച്ചയാവും പറയുമ്പോൾ അപ്പൊ ഇതിങ്ങനെ ഈ ശരീരം ആയിക്കഴിഞ്ഞ് പിന്നെ ഇതിന്റെ പുറത്തെല്ലാം സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഈ വന്ന കാര്യം മറന്നു പോവുക. എന്നാൽ ഈ വാസനയിൽ, ഈ ആളുടെ വാസനയിൽ ഈ സാധനം കിടപ്പുണ്ട്. ഈ സാധനം ഇത് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ഒന്നും നടത്തുന്നില്ല ഇദ്ദേഹം. ആ ആവേശത്തിൽ പോയി പുതിയ പുതിയ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ മറ്റേ കണ്ടന്റ് അവിടെ കിടക്കുകയാണ്. അപ്പൊ പുതിയ അക്യൂമുലേഷൻ നടക്കുകയും ആ അക്യൂമുലേഷൻ എന്താണെന്ന് മനസ്സിലാകാൻ ഇപ്പൊ അവസരമില്ലാതെ അയാൾ രൂപപ്പെടുത്തി അയാൾ വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ കണ്ടന്റ് കയറി പോവുകയും ഒറിജിനൽ കണ്ടന്റ് പ്രാക്ടിഫൈ ചെയ്യാനുള്ള കാര്യം മറന്നു പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഈ അക്യൂമുലേഷൻ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഒരു ജന്മത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം പോരാ, ഇപ്പോൾ പുതിയതായി ഒരുപാട് ഉണ്ടാക്കിയിരിക്കും. അങ്ങനെ ഇത് വെയിൽ ചെയ്തിട്ട് ഇയാൾക്ക് ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി, പക്ഷെ 500 കാര്യം ചെയ്താലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഗെറ്റ് ലാസ്റ്റ് അങ്ങനെ പോയി, വഴി അങ്ങനെ പോയി. അപ്പൊ ഈ അവസാന കാലമാകുമ്പോ പിന്നെ ഇതേ അപ്പോഴത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇനി വന്നു കഴിയുമ്പോൾ ഇത് മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് സങ്കല്പിച്ചത്. അപ്പൊ അങ്ങനെ വന്നിട്ട് മുക്തിയില്ല. ഇതിൽ നിന്നുള്ള ജനനമരണങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് മുക്തി. മോഹം കൊണ്ടുവരുന്ന ജനനമരണങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് മോക്ഷം. അപ്പൊ അത് മറന്നു പോകും. അങ്ങനെ വന്നിട്ട് ഈ കർമ്മത്തിന്റെ ചെയിനിൽ പെട്ടിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ആക്ഷനും റിയാക്ഷനും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കർമ്മ തിയറിയുടെ ബേസ്. പിന്നെ ആ തീരാത്ത കർമ്മങ്ങൾക്ക് പുതിയ ശരീരം എടുക്കുന്നു എന്നുള്ള റീഇൻകാർണേഷൻ പ്രിൻസിപ്പിൾ കൂടെ ഇതിനകത്ത് കൂട്ടി വായിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അതുകൊണ്ട് കുറെ ആളുകൾ വിശ്വസിക്കുന്നു, കുറെ ആളുകൾ അങ്ങനെ ഒന്നല്ല ഇപ്പൊ ചെയ്യുന്നതുകൊണ്ട് തീർന്നു. ചിലര് പറയുന്നത് ഈ നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഇപ്പം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ പാസ്റ്റുകൾ ഞാൻ ഇപ്പൊ തന്നെ മറ്റൊരു തലത്തിൽ അനുഭവിക്കുന്നു, എന്റെ ഫ്യൂച്ചർ ഞാൻ മറ്റൊരു തരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. ഇതെല്ലാം അതായത് ടൈം ഇല്ല എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ടൈം ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു അതിന്റെ ഡിഫറെന്റ് പ്രൊജക്ഷൻസ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വെർച്വൽ റിയാലിറ്റിയും റിയൽ റിയാലിറ്റി അവസാനം ഇപ്പൊ ശാസ്ത്രത്തിന് ഭ്രാന്തായിരിക്കും. കാരണം ഇതൊന്നും ആരും പിടിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ. വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ തിങ്കിങ്ങിന്റെ പോസിബിലിറ്റി സത്യമൊന്നും ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ശരീരത്തിൽ ഇരുന്ന ഒരു വ്യക്തി ഇപ്പൊ ശരീരത്തിന് പുറത്ത് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വെക്കുക, പുറത്ത് നിൽക്കുക. ഈ പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഈ കർമ്മം നടത്തിയാൽ ചിലപ്പോൾ ഈ ലോകത്ത് നടത്താൻ പറ്റും. ചിലപ്പോൾ ഇനിയും ഇതുപോലുള്ള പല പല രോഗങ്ങൾ, അങ്ങനത്തെ സങ്കല്പമുണ്ട്, പല പല ലോകങ്ങളുണ്ടല്ലോ, അതിൽ എവിടെ വേണമെങ്കിലും നടക്കാം. അപ്പൊ ആ ലോകങ്ങളിൽ ഏതെങ്കിലും ജീവന്മാരെവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ സോളാർ സിസ്റ്റത്തിനകത്തായിരിക്കത്തില്ല. അപ്പൊ എവിടെയെങ്കിലും ജീവന്മാരുണ്ടെങ്കിൽ ആ നമുക്കിതാ നടത്തേണ്ടത്. എനിക്കിവിടെ ഇരിക്കുന്ന ലൈറ്റ് കത്തിക്കണം, എണ്ണിക്കാൻ ഞാൻ തുടങ്ങണം. വേറെ ലൈറ്റും കത്തിച്ച എന്റെ കാര്യം നടക്കും. ഞാൻ തന്നെ കത്തിക്കണോ? അപ്പൊ കാര്യം നടന്നാൽ മതി. വേറെ ഏതോ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവിടെ നടക്കുക. അതങ്ങ് നടന്നങ്ങ് ഫുൾഫിൽ ആയ ഞാൻ ഫുൾഫിൽ ആയതാണല്ലോ.
ആ പോസിബിലിറ്റി ഇതിനകത്ത് ഹിഡനായി കിടക്കും. അവിടെ ഇപ്പൊ ജനിക്കൊന്നും കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ലെൻസറൊക്കെ പറഞ്ഞത് മറ്റേതെങ്കിലും ഒരു സ്ഥലം പറയുന്നുണ്ട്, അവിടെ ജനിച്ചു കഴിഞ്ഞാൽ സ്ഥലം പേരൊന്നുമില്ല, അവിടെ 13,000 വർഷമാണ് അവിടുത്തെ നോർമൽ ആയുസ് എന്നാണ്. അപ്പൊ ശരിക്കും ഒരു ഗുരുവിന്റെ ഗൈഡൻസ് ഇല്ലാതെ ഉള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി വട്ടായി അവസാനം ഈ സൊംനാംബുലിസ്റ്റിക് ആയിട്ട് പോയിട്ട് അവസാനം തിരിച്ചു വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ സമാധാനം കാണുന്നൊരു കാര്യം കാശ്മീരി സൈവത്തിലാണ്. കാര്യം വെച്ചാൽ 84 ലക്ഷം ജന്മങ്ങളുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ടെന്നാണ്. 80 കഴിഞ്ഞ് 4 ലക്ഷം എന്തായാലും ഒന്നുകിൽ നിങ്ങൾ 4 ലക്ഷം ജനിച്ചോളൂ, ലാസ്റ്റിലേക്ക് മുക്തിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നേരത്തെ പോകാൻ. അപ്പം അടുത്ത് വളരെ ഇപ്പൊ കുറച്ചുകൂടെ ലൈറ്റാണ് കാര്യങ്ങൾ, വളരെ സിമ്പിളാണ്. നമ്മൾ അപ്പാരന്റലി സിമ്പിളാണ്, പക്ഷെ നമുക്ക് ഇതിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു വെർച്വൽ ഫീൽഡ് എന്ന് പറയുന്നു, ഒരു എനർജി ഫീൽഡ് എന്ന് പറയുന്നു. അപ്പം ഈ എനർജി ഫീൽഡ് ഒന്നായിരുന്ന ഒരെണ്ണം പലതായിട്ട് വികരിച്ചതാണെന്നും വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ പലതായി ഭവിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ബൃഹദാരണ്യപനിഷത്തിൽ പറയുന്ന പോലെ. അപ്പോൾ എന്നെയും അങ്ങയെയും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മനോഘടകങ്ങളല്ല, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഈ ആത്മാക്കൾ, നമ്മൾ രണ്ടും ഈ 2 ബോഡികൾ എടുക്കാനുള്ള കാരേജസിൽ വരാനുള്ള കാരണം എന്തായിരിക്കും? ഇതിനകത്ത് അതിനകത്തൊരു കുറച്ച് ക്ലാരിറ്റി ഇവിടെ വരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആത്മാവിന് ഭാവവും രൂപവും ഇല്ല, ഒന്നുമില്ല. എന്നുവെച്ചാൽ ആത്മാവും ബ്രഹ്മം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കണ്ടത് ഏകം നിത്യം അതങ്ങനെ കിടക്കും. അപ്പൊ ഒന്നും പെട്ടാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അപ്പൊ അവിടെ ഒന്നുമില്ല. അതാണ് ആത്മാവ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ ഇനി ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ എന്ത് വ്യത്യാസമാണ് എനിക്കുള്ളത്? ഒരു വ്യത്യാസം വരാൻ ഒക്കത്തില്ല. 2 എന്ന് പറഞ്ഞ ഭാവനയേ ഇല്ല. 2 അല്ല, 1 തന്നെയാണ്. പക്ഷെ 2 ആണെന്ന് തോന്നിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ആത്മാവിൽ വരുന്ന മാറ്റമല്ല, ആത്മാവ് മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതാണ്. തുടക്കവും ഒടുക്കമില്ലാത്തതും മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതും സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും സർവത്തിന് കാരണമായിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഉള്ള ഐഡിയ. ഈ ആത്മാവ് എന്ന് പറയുന്നതിന് ആ കണ്ടീഷനിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഇതിന് 2 എന്ന് പറഞ്ഞ ഭാവമില്ല, നമ്മൾ 2 അല്ല. അല്ല, അത് ആണ്, ശരിയാണ്, തിയററ്റിക്കലി ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അങ്ങേക്കൊരു കാറുണ്ട്, എനിക്കൊരു കാറുണ്ട്, അപ്പൊ രണ്ടിലും 2 ഡ്രൈവർമാർ കയറിയാലേ കാർ ഓടുള്ളൂ. അപ്പൊ ശരീരങ്ങൾ വ്യത്യസ്തമാണ്, അകത്തിരിക്കുന്ന ആളും അവിടെ വ്യത്യസ്തമാണ്. നമുക്കിപ്പം തിയററ്റിക്കലി പറയാം ഈ ബ്രഹ്മമെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്നാണ്, എന്റെ ഭാഗമാണ് എല്ലാം എന്ന് തിരിച്ചറിയുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ഡിഫറൻസിയേഷൻ വരുന്നതിന്റെ ബേസിക്കല്ല ഇപ്പോൾ കാരണം. ഇപ്പം യുക്തിവാദികളെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനസംഖ്യ ഇങ്ങനെ കൂടി 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 പോകുന്നതിന് കാരണം എന്താണ്? അപ്പം ആത്മാവ് എന്ന് പറയുന്നത് ഇപ്പൊ പുനർജന്മങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ വേർതിരിവ് വന്ന് ഇങ്ങനെ ഇരിക്കേണ്ടതിന്റെ ആവശ്യകത തന്നെ ചോദിക്കുന്നത്. ആക്ച്വലി നമ്മൾ ചോദിക്കുന്നത് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഷേക്സ്പിയർ പറഞ്ഞ ലാസ്റ്റിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ 70 വർഷം 80 വർഷം ജീവിച്ചു, അല്ലെങ്കിൽ 90 വർഷം ജീവിച്ചു, തിരിഞ്ഞു നോക്കുമ്പോഴും ഒരു കേവലമായ സ്വപ്നം മാത്രമായിട്ട് പോകുന്നു. കുറേ എലമെന്റ്സ് മിസ്സായി പോകുന്നു. ഞാനും ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ കാണുന്നതുകൊണ്ട് ഞാനുണ്ട് എന്നൊരു ചിന്ത, അങ്ങേ കാണുന്നതുകൊണ്ട് അങ്ങുണ്ടെന്നുള്ള ചിന്ത. അപ്പൊ ഇങ്ങനെയുള്ള ഈ വേർതിരിവിന്റെ കാരണം അതിൽ തന്നെ നമുക്ക് പറയാം, നമുക്ക് തന്നേക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഇപ്പൊ എന്റെ ഫിംഗർ പ്രിന്റ് പ്രപഞ്ചത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഓരോ വ്യക്തിയുടേത് അങ്ങനെയാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ക്യാരിജിങ്ങിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇത് വരുന്ന അവസ്ഥാന്തരത്തിന്റെ ഒരു രഹസ്യം എന്നുള്ളതാണ്? അല്ല, അത് എനിക്കത് വളരെ സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ആത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആ കോൺടാക്ട് വ്യത്യസ്തമൊന്നുമല്ല, ഒന്നേ ഉള്ളൂ, 2 ഇല്ല. പോട്ടെ. പിന്നെ 2 ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ഞാനും നീയുമാണ്, ഞാനും ഇനി ഒരാളും, അല്ലെ ഞാൻ ഈ എൻ്റെ ചുറ്റുപാടും 2 ആയിട്ട് അങ്ങനെ തോന്നിച്ചു. ഈ 2 എന്ന് പറഞ്ഞ ഇതൊരു തോന്നലാണെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എങ്കിലും ആ തോന്നൽ ഉറയ്ക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ ആ തോന്നൽ നല്ല സ്ട്രോങ് ആയി നിൽക്കും, ചിലപ്പോൾ ആ തോന്നലേ കാണൂല, അങ്ങനെ നിൽക്കും. അപ്പം ആ തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നാണല്ലോ നമ്മൾ ചോദ്യം, അല്ലെ? ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ തോന്നൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മൈൻഡിന്റെ ഫങ്ഷനിങ്ങിൽ നിന്നാണ്. മൈൻഡിലാണ് ആ തോന്നൽ വരുന്നത്. ആത്മാവിൽ ആ തോന്നലില്ല, ബ്രഹ്മത്തിലില്ല, ഒന്നാണ്. എന്നാൽ ഒരു സിസ്റ്റത്തിന്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് ഈ തോന്നലുകൾ ഉണ്ടാകുന്നു.
ആ സിസ്റ്റത്തിന് തോന്നലുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കാം. അപ്പോൾ അതിനകത്തേക്ക് വരുന്ന കണ്ടന്റ് കയറിക്കൊണ്ടിരിക്കുക അതിനകത്ത്. ഏതാണോ കാണുന്നത് ആ കണ്ടന്റ് അതിനകത്ത്. ഇനി വേറൊരു ആംഗിളിൽ നിന്ന് കണ്ട ആ കണ്ടന്റ് കാണും. രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ഭൂമിയിൽ ഒന്നായി കാണാൻ ഒന്നിനും സാധ്യമല്ല. അതുകൊണ്ട് രണ്ടേ കാണൂ. അങ്ങനെ അവരവർ നിൽക്കുന്ന ഡിഫറെൻറ്റ് പൊസിഷനിങ്ങിൽ നിന്ന് ഈ പ്രപഞ്ചത്തിനെ നോക്കിയത് കൊണ്ട് നമ്മൾ പലതായാണ് കണ്ടത്. ആ കണ്ട സാധനം നമുക്ക് എന്തോ കാരണവശാൽ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു അവയർനെസ്സിനെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് പ്രപഞ്ചം ഫ്രാഗ്മെന്റഡ് ആണ് എന്ന് നമ്മൾ കാണുന്നത്. പക്ഷേ പ്രപഞ്ചത്തിന്റെ ഈ ലീലയ്ക്ക് അത് ആവശ്യവുമല്ലേ? ആണ്, അതൊന്നും സംശയമില്ല. പക്ഷെ കാരണം ഇതാണ്, കാരണം മനുഷ്യരെക്കാൾ ഈവോ കൂടിയവരാണ് ദൈവം. അല്ല അത് ആണ്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത് ഇതുവരെ ഓക്കെയാണ്. ഞാൻ ചോദിച്ചത് എങ്കിലും ആത്യന്തികമായിട്ട് അങ്ങായി ജനിക്കുന്നതിനും ഞാനായി ജനിച്ചതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം മൈൻഡ് എന്ന് പറയുന്നത് ഒരു അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രഷർക്ക് വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇപ്പൊ 2 കപ്പ് എടുത്ത് വെച്ചേക്കുന്നു, അങ്ങനെ ഒരു വലിയ മഗ് നിറച്ച ചായ കൊണ്ടുവന്നു. കുറച്ച് ചായ ഇതിലൊഴിച്ചു, ഈ ചായ ഇതിലൊഴിച്ചു. അപ്പൊ എന്തുകൊണ്ട് ഈ ചായ ഈ ഗ്ലാസ്സിൽ വീണു, എന്തുകൊണ്ട് മറ്റേ ചായ ഈ ചായ ഇതിൽ വീണു, ഇതിൽ വീണ ചായ എന്തുകൊണ്ട് ഇതിൽ വീണില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അല്ല അത് തികച്ചും ആകസ്മികമായി സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പറയുന്ന പ്രപഞ്ചത്തിൽ ആകസ്മികതകളില്ല എന്ന് പറയും. പക്ഷെ ആകസ്മികത ഉണ്ടല്ലോ. കാരണം ഈ കപ്പ് ഇപ്പൊ നമ്മൾ എൻ്റെ കപ്പ് എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന ഈ കപ്പ്, ഈ കപ്പിനകത്ത് ഒരു മുഹൂർത്തത്തിൽ കുറച്ച് ചായ വീഴുക, ആരോ ഒഴിച്ചു, എൻ്റെ കപ്പിൽ വീഴുക. ആ മൊമെന്റിൽ ചായ വീണ മൊമെന്റിൽ ഈ കപ്പിന്റെ ഷേപ്പിൽ ചായ ആവുക, ആ മൊമെന്റിൽ തന്നെ. ഇത് ഇയാളുടെ കപ്പിൽ ഒഴിക്കണം എന്നൊരു മുൻവിധിയുണ്ട് എന്ന് നമ്മൾ എടുത്താൽ ഈ ലൈഫിന്റെ സർവ്വ ചാം നഷ്ടപ്പെടും. ആരോ ഒരാൾ ഇരുന്നിട്ട് എൻ്റെ ഈ കപ്പിൽ ഈ ചായ ഒഴിച്ച് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് ആണ് ഈ ചായ അതിൽ വീണത് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു വണ്ടറുമില്ല. പിന്നെ തീർന്നു, ഡെഡായിട്ടുള്ള കാര്യം. ആരോ നിശ്ചയിച്ച് വെച്ചിരിക്കണോ അതിനകത്ത് ഒഴിക്കും വീട് നമ്മളിങ്ങനെ അതാണ്. അതുകൊണ്ടാണ് അതൊരു എന്തൂസിയാസമോ ഒരു ത്രില്ലോ ലൈഫിന്റെ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് എന്തിനാണ് നമ്മൾ ആ വഴി പിടിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് പിടിക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാര്യം ഇപ്പൊ ഇടയ്ക്ക് ഈ പലരുടെയും ഇപ്പൊ കുട്ടികളോട് എന്റെ +2 ക്ലാസ്സിലേക്ക് ഇത് പറയുമ്പോൾ വളരെ തിയറട്ടിക്കലായിട്ടുള്ളൊരു കോംപ്ലിക്കേറ്റഡ് തിയറി പറയുന്നതിനേക്കാൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു മെസ്സിയുടെ അല്ലെങ്കിൽ CR7 ഒക്കെ ആരാധകരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിരുന്നു കൊണ്ട് CR7 ക്രിക്കറ്റ് മാച്ച് ഫുട്ബോൾ കാണുന്നു. പക്ഷെ നിങ്ങളുടെ വളർത്തുന്നായ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നുകൊണ്ട് അത് വേറെ എന്തെങ്കിലും പുറത്തു പോകുന്ന ഒരു പക്ഷിയെയോ പാറ്റയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഡോഗിന് ഒരിക്കലും CR7 കളി ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു തരത്തിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇനി ഈ ഫോർമാറ്റിൽ ജനിക്കില്ല, ഈ കളി ഇനി നടക്കുകയില്ല. അപ്പൊ ആ പട്ടിയുടെ ഉള്ളിലിരിക്കുന്നതും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതും ഒരേ എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നു, മറ്റേയാളിന് വേറെ ചാൻസ് കിട്ടും, ഇതിനേക്കാൾ കൗതുകമുള്ള വേറെ ചാൻസ് കിട്ടും. പക്ഷെ അതിന് ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ചോദ്യം ചോദിച്ചു കഴിയുമ്പോ അവർക്കും ഭ്രാന്താവും. അല്ലല്ല അതിനകത്ത് അല്ല, ഇപ്പൊ നോക്കിക്കോളൂ, ഈ ഒരു കണ്ടന്റ് ഇനി മറ്റൊരു കണ്ടന്റ്, പല കണ്ടന്റുകൾ എത്തിക്കാം. ഈ കണ്ടന്റ് ഓരോന്നും വ്യത്യസ്തമായി തന്നെ നിൽക്കാൻ ഒക്കത്തുള്ളൂ, അല്ലാതെ ഒന്നാകാനുള്ള ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ ഒരാളിന്റെ ഒരു ലോസും മറ്റൊരാളിന്റെ ഗെയിനുമായിട്ട് വരുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഈ പറഞ്ഞ നമ്മളെ ഏറ്റവും കൂടുതൽ വിഡ്ഢിയാക്കുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കൂടുതലാണ്. ഈക്വലിസം ഒന്നുമില്ല, ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം. എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞാണ് ചില പ്രത്യയ ശാസ്ത്രങ്ങൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ആവാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സാധനം അവിടെ സംഭവിക്കുമ്പോൾ അത് എനിക്ക് ഒരെണ്ണം കിട്ടുമ്പോൾ മറ്റു പലർക്കും അത് കിട്ടാതാകുന്നു. അപ്പോൾ ഗുരുദേവനോട് സിമ്പിളായിട്ട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഈ ഒരു ജസ്റ്റ് ലൈക്ക് ഒരു ഗുരുവായിട്ട് മാറി എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ആയത്? അപ്പൊ അത് സ്പോട്ടിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, ഐ ഹാവ് സ്റ്റോപ്ഡ് ബിക്കമിങ്. ഞാനൊന്നും ആയിത്തീരാതിരുന്നത് കൊണ്ട് ഞാൻ ഇതായിത്തീർന്നു എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ, ഈ ഒരു പർട്ടിക്കുലറായ സാധനം ആയിട്ട്
അത് വരുന്നതിനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. ഈ വ്യക്തി ഇതല്ലാതെ മറ്റൊന്നായിരിക്കാൻ ഒരു സാധ്യതയില്ല. ബി ആൻഡ് ഇറ്റീസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ സൂഫികളുടെ ഒരു തിയറി ഉണ്ട്. വേറെ ഒരു സാധ്യത, ഒറ്റ പോസിബിലിറ്റി ഇല്ലാത്തൊരു പോസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൈൻഡിന്റെ ഒരു ഫംഗ്ഷനാണ്. അത് നല്ലതാണ്. ഇതിങ്ങനെയാണ്, ഇത് വേറെ ഒന്നും ആവുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും അങ്ങനെയാണ്, അതേ രീതിയാണ്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അല്ല, വേറെ നിവർത്തി.